മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് $30 ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്ത എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിലെണ്ണാനൊക്കെ പറ്റി 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോള്. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ തന്നെ പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. സി യു ഇൻ പാർട്ട് 2. മീറ്റ് അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപ്പെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല. ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള 18, 19, 20, 21 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് 400 രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത്. അൻവിന്റെ സ്കാം നമ്പർ 1, കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. UK പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് ഇല്ലീഗൽ കൂടിയാണ്. സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമ്മൂനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. അൻവിന്റെ സ്കാം അവിടെ അല്ല. അൻവിന്റെ സ്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അത് ഫേക്ക് ആയിരുന്നു. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വിസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വിസ റിജക്ട് ആയി, ഇത് ഫേക്ക് ആയതുകൊണ്ട്. അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പൊ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. അതിന്റെ അക്കൗണ്ട്സ് ഒന്നും അൻവിൻ പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, ഗവൺമെന്റിലോട്ട് ചെയ്യത്തതുമില്ല. ജാനുവരി വരെ അൻവിന് അതിനു വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ UK അൻവിൻ. സ്കാം നമ്പർ 2, ഓട്ടോ സ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. അൻവിൻ ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട, ഇത് പബ്ലിക് റെക്കോർഡാണ്. കമ്മിങ് ടു ദ പോയിന്റ്, ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട് അഥവാ 20 ലക്ഷം രൂപ. സ്കാം അക്യൂസേഷൻ സ്കാം നമ്പർ 3, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോയുടെ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. Hi, my name is Rajul Shani. Autospa Express. Autospa Express. One of the partners of എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ പറഞ്ഞു.
സമയം ചുരുക്കാൻ കാരണം അൻവിന്റെ സ്കാമുകളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. അളിയാ ഇങ്ങനെ ഇരുന്നാ പോരാ, എന്തായാലും കനത്ത് ചെയ്യണം അളിയാ. റീച്ച് വരണം, സ്നേഹം പറക്കണം. നമ്മൾ സൊസൈറ്റി നെഗറ്റീവ് ഉള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പോരാ. പിന്നെ പോസിറ്റീവ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണോ? യെസ്, സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, കാശുള്ളവരെ എല്ലാരും നമ്മൾ ടാർഗറ്റ് ചെയ്യും. ഫുൾ ഓഫ് അലിഗേഷൻസ്. ഞാനില്ല, എന്റെ അക്കൗണ്ട് പാനാ. നമ്മൾ ഓൾറെഡി ക്രിമിനൽസിനെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ആരെ കാണിച്ചാൽ ക്രിമിനൽസ് ആണെന്ന് വിചാരിച്ചോളൂ. അതിപ്പോ ഫേക്ക് അലിഗേഷൻസ് കൊടുത്താലും ആൾക്കാർ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. നമ്മൾ അലിഗേഷൻസ് എടുത്തിയാൽ ആ പ്രൂഫ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ സോറി പറയും. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. എല്ലാ സെറ്റ്. ഞാളെ മാത്രം കിട്ടിയാൽ മതി. ആളെ റെഡിയാ. ഇവനെ ട്രിഗർ ചെയ്യാം നമുക്ക്. ഇവന്റെ കാശൊന്നുമില്ല നമുക്ക് പറയാം. അവൻ കാശുണ്ടെന്ന് പറഞ്ഞു വന്നാ നോണയാണെന്ന് പറയും. ഇല്ലെങ്കിൽ അവന്റെ ആകെ 5 കോടി രൂപ ഉള്ളൂ നമ്മൾ പറയും. അവൻ തെളിയിക്കാൻ പറ്റിയാലോ? എങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ. അവനായിട്ട് തന്നെ അവന്റെ ഫണ്ട് എത്രയാണെന്ന് കാണിക്കട്ടെ. അപ്പൊ നമുക്ക് പറയാം, അയ്യേ ഇത്ര ഉള്ളൂ. യെസ്, എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും അതിന് മുമ്പത്തെ കൊല്ലത്തെയൊക്കെ വരുമാനം ഞാൻ കാണിച്ചു തരാം. മറ്റേ പീഡഫൈൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു 11 മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി. ആ ചെറിയൊരു വൃദ്ധസദനം 2023 ഉണ്ടാക്കിയത് ഏകദേശം 729,160 പൗണ്ട്സാണ്. അതുപോലെ തന്നെ 2024 ഉണ്ടാക്കിയത് 1.7 മില്യണും, ഏകദേശം ഇന്ത്യൻ റുപ്പി 21 കോടി വരും. ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കലി കൊടുക്കാൻ പറ്റുന്ന റെക്കോർഡാണ്. പക്ഷേ നിങ്ങൾക്ക് വിശ്വസ്തതയുള്ള, എനിക്ക് വിശ്വസ്തതയുള്ള ആൾക്കാരെ, അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ. പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞ മറ്റേ രണ്ടാമത്തെ അക്കൗണ്ട് സോപ്പും പത ഉണ്ടാക്കുന്ന കമ്പനി ഓട്ടോസ്പൈ എക്സ്പ്രസ്, അതിന്റെ അക്കൗണ്ട്സ് ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് 0 എംപ്ലോയീസ് എന്നുള്ളത്. ആ കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് 109,320 ആണ് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത്രയും പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ഈ 2 കമ്പനിയെ പറ്റി നിങ്ങൾ പരാമർശിച്ച, പക്ഷെ ഇതൊന്നും കൂടെ അതൊരു പേഴ്സണൽ ഇൻകം കൂടി എനിക്കുണ്ട്. ഇതായത് കണ്ടോ ഈ സംഭവം. അതിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ പേ ചെയ്ത ടാക്സ് എമൗണ്ട് ആയത് ഇതെന്റെ ടാക്സ് ഫയൽ റിട്ടേൺ ആണ്. ഏകദേശം ഇന്ത്യൻ റുപ്പി 16 ലക്ഷം വരും. ഞാൻ എന്റെ പേഴ്സണൽ ടാക്സ് മാത്രം അടച്ചത്. ഇതൊക്കെ ഇതേപോലെ വന്നിരുന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ പീഡഫൈൽസ് പറയുന്നത് നമുക്ക് തെളിയിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അവന് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരെങ്കിലും കാണും. ഒരു സ്റ്റോറി അങ്ങോട്ട് പൂശാം. എക്സ്പോസ്ഡ് ഒരു ലോഡ് പ്രൂഫ് വരും. ഹലോ ചേട്ടാ, ബിഗ് ഫാൻ സർ കൊണ. താങ്ക് യു മോനെ. കുറച്ച് കൊട പറഞ്ഞു തരട്ടെ ചേട്ടൻ, ഒരു വീഡിയോ പറയൂ. അതിനല്ലേ മുത്തയ്യാൻ പറയൂ. പക്ഷെ ഞാനൊരു അനോണിമസ് കോളർ തന്നെ ആയിരിക്കണം എന്നാ പിടിച്ചോ. ചേട്ടാ, ഈ അൻവി വന്ന് ഡിപ്പെൻഡ് വിസയിലാണ്. ഉള്ളതാണോ മോനെ? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇവിടെ വരെ ഒന്നും എത്താൻ പറ്റില്ല ചേട്ടാ. ഓക്കെ മോനെ, അത് പൂശാം. ശരിക്കും സത്യം എന്തായിരിക്കും? ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടി 2-3 പേർക്ക് ഇത് ഡിഫേമേഷൻ സ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തെളിയിച്ചു തരാം ആ പെങ്കൊച്ചാരാന്നുള്ളത്. അവിടെ എന്തായാലും ഞാൻ റിവീൽ ചെയ്ത് കാണിച്ചു തരും. പക്ഷേ വേറെ കാര്യം കൂടി ഉണ്ട്. ചേട്ടൻ എന്റെ ചേച്ചിയുടെ ഫോട്ടോസും കൂടി ഇട്ടൊന്ന് കളിച്ചായിരുന്നു. അതിനും ഞാൻ തരുന്നുണ്ട്. ഇത് മാത്രം പോരാ. അവന്റെ തലയിൽ എന്തെങ്കിലും പെണ്ണേഴ്സ് വെച്ചാലോ? അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് നോക്കി നല്ല പരിചയമുള്ളതല്ലേ. റെഡിയാക്കാം. ഈശ്വര കൊളാശി വിളിക്കുന്നു. എന്തെങ്കിലും നല്ല കൊളയ എനിക്കിനെ പറവനെ. അൻവിന്റെ 21 വണ്ടി തള്ളാണ്. പുള്ളിക്കാകെ 2 വണ്ടിയേ ഉള്ളൂ. ഇത് വിളിക്കും. എന്നാ ചേട്ടൻ ഇനി കേൾക്കാൻ പോകുന്നിട്ട് ഞെട്ടും. അവന്റെ വണ്ടിക്ക് അവൻ എമ്മോട്ട് അടിച്ചിട്ടില്ല. മോനെ, നീ വീണ്ടും ഞെട്ടിപ്പിച്ചോണ്ടിരിക്കുക. സത്യത്തിൽ നീ ആരാ? ചേട്ടനെ പോലെ തന്നെ ഒരാൾ തന്നാമത് എനിക്കും ഇഷ്ടമല്ല. ചങ്ക് പൊളിയാണ്. രണ്ടാമത്തെ എക്സ്ക്യൂസ് നമുക്ക് വീഡിയോ പഠിച്ചാൽ നമ്മുടെ പിള്ളേരൊന്ന് പൊങ്കാലിട്ടെ. പിന്നല്ല വണ്ടി 21 വണ്ടികൾ അതെന്റെ വീടിന് മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 വണ്ടി കിടപ്പുണ്ടാവും. പക്ഷേ ഈ കാണുന്ന എന്റെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് അല്ല. ഇത് എന്റെ വണ്ടികളുടെ ബുക്കും പേപ്പറുമാണ്. അത് UK എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ വിറ്റതും വിൽക്കാനുള്ളതും വണ്ടികളാണ്. ഇതൊക്കെ ഞാൻ ഇതുവരെ വിറ്റിട്ടുള്ള എല്ലാ വണ്ടികളുടെ കണക്ക് മാത്രമുണ്ട്. എല്ലാം കൂടെ കൂട്ടി ഒരുപാട് വരും. ആ ഇൻകം വെരിഫൈ ചെയ്യാൻ വരുന്ന ചേട്ടൻ്റെ പുള്ളിക്ക് ഇത് കാണിച്ചു തരാം. പുള്ളി തന്നെ ഇതും പറഞ്ഞോ. പിന്നെ ചേട്ടൻ പറഞ്ഞ മറ്റേ MOT ഇല്ലാത്ത വണ്ടിയുടെ കേസ് ചേട്ടൻ ടീമോട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വണ്ടി ഗ്യാരേജിൽ കിടക്കും എൻ്റെ കൂട്ടുകാരുടെ. അത് പൈസ കൊടുക്കാഞ്ഞിട്ട് കിടക്കുകയല്ല, അത് അതിന് പാർട്സ് കിട്ടാത്തതുകൊണ്ട് കിടക്കുക. അതിന്റെ പ്രശ്നങ്ങൾ അവരെന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്നാലും എന്റെ കൊടേശ നിനക്ക് ബ്ലൂം ബ്ലാക്ക് തമ്മിൽ തിരിച്ചറിയല്ലേ? അവന് 2 BMW ഉണ്ട്. ഇങ്ങനെ പോയ നമ്മൾ പറഞ്ഞ നുണകളെല്ലാം നുണയാന്ന് ആൾക്കാരറിയില്ലേ? ഹലോ ചേട്ടാ, ജസ്റ്റ് മിസ്. അടുത്ത ഇൻഫർമേഷൻ പക്കയാണ്. നീ പറ മോനെ. അൻവിൻ ഈസ് റെൻഡർ റിച്ച്. What do you mean? അതെ ചേട്ടാ, കംപ്ലീറ്റ് രണ്ടാ. ആ ഇട്ടേക്കുന്ന കോട്ട് പോലും രണ്ടാ. അവന്റെ ഫാം ഹൗസ് ചേട്ടൻ അറിയോ? അതിന്റെ റെന്റ് പോലും കൊടുത്തിട്ടില്ലെന്നാ കേട്ടെ. മോനെ, ടൈറ്റിൽ കിട്ടി. റെൻഡഡ് റിച്ച്. യെസ്, ഞാൻ ചാറായി. താങ്ക്സ് കുട്ടാ. ശരിക്കും ഈ കാണുന്ന ബാങ്ക് അക്കൗണ്ട് ഇവിടെ UK എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അതിൽ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ടു ദ ഇയർ ഈസ് 155,000. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം എൻ്റെ ഇൻകവും എക്സ്പെൻസും എല്ലാം അതിനുള്ളിലുണ്ട്. ഇത്രയും പൈസ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ചിലവാക്കാമെങ്കിൽ റെന്റ് അടയ്ക്കാൻ എനിക്ക് അറിഞ്ഞൂടെ കുട്ടാ. ഇത് ആരാ കൊണ്ടോണ്ട് പറഞ്ഞേ? 10 മില്യൺ വ്യൂസും 300K ഫോളോവേഴ്സും ഒരുത്തിന്റെ മനസ്സമാധാനം കളഞ്ഞപ്പോ സന്തോഷം. എടാ, ഇതൊക്കെ എന്റെ ഒരു ഫണ്ടല്ല. ആശ കാണിച്ച വഴി ഞാൻ നടക്കുന്നത്. ആശ ഫീൽഡ് ഔട്ട് ആക്കി എന്ത് ശിഷ്യനായി ഞാൻ അടിച്ചു കയറുന്നില്ലേ? എന്നാൽ അനമി എന്തായിരിക്കും പ്രതികരിക്കാത്തെ? ഞാൻ വല്ല പണിയും തരൂ? അവനൊന്നും ചെയ്യില്ല. ചെയ്താലും എന്റെ ഒരു സാധനമുണ്ട്. അളിയാ, ഈ കമന്റ് നോക്കി പോടാ പൂച്ചയ്ക്കും പട്ടിക്കും ഉണ്ടായവരെന്ന് നോക്കൂ ഗൈസ്, അൻവിന്റെ ടീം ബാഡ് ബേർഡ്സ് യൂസ് ചെയ്തോണ്ടിരിക്കുക.
എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ബ്രേക്ക് ഇതെല്ലാം ഫേസ് ചെയ്യും. സ്നേഹം പരക്കട്ടെ. എങ്ങനെയുണ്ട്? പൊളിച്ചു മോനെ, വൺ ആക്ടിങ്. ആൾക്കാർക്ക് ഇനി ഒരു സഹതാപം വരും. പിന്നല്ല, ഇനി അളിന്റെ തേങ്ങ വേണ്ടപ്പല്ലോ അൽമിന്റെ മേത്ത് നോക്കൂ. ഹലോ, സെക്കൻഡ് പാർട്ട് എക്സ്ക്ലൂസീവ്. ഐ എം വെയിറ്റിംഗ് മോനെ. 3 സ്കാംസ്, 3 ബ്ലഡി സോപ്പി സ്കാംസ്. ഉള്ളതാണേലും ഇല്ലേലും ഐ എം ചാർജ്ഡ്. ഗിവ് മീ മോർ. ഓട്ടോസ്പൈ 20 ലക്ഷം രൂപ കൊടുത്ത് നോക്കി സ്കാം ചെയ്യുന്നു ചേട്ടാ. ഓ, സ്കാമർ തെണ്ടി. തെളിവൊന്നുമില്ല, കട്ടി കേട്ടോ. പിന്നെ ഓട്ടോസ്പാടെ 20 ലക്ഷം രൂപയുടെ സ്കാം. അതായത് ആ വണ്ടി ഞാൻ കൊടുക്കുന്നത് ഇവിടുത്തെ UK 18,000-19,000 പൗണ്ട് തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. 10-17 പേര് എൻ്റെ കൂടെ ഫ്രാഞ്ചൈസി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവർ മുന്നോട്ട് വന്ന് പറയട്ടെ ഞാൻ എത്ര പേരുടെ ഇതുവരെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എത്ര പേരുടെ ഇത് ഇക്വിറ്റി ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എല്ലാവരെയും സഹായിച്ച് തന്നെ ഇവിടെ നിന്നിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. ഇതല്ലെങ്കിൽ ഇവർ കമന്റ് സെക്ഷനിൽ വന്ന് പറയട്ടെ ഓട്ടോസ്പോഡ് ആൾക്കാർക്ക് ചാൻസ് ഉണ്ടല്ലോ, സ്കാം എന്ന് പറയുന്ന കുണ്ണുകൾ പറഞ്ഞത് ഞാൻ കേൾക്കാൻ പോകണില്ല. നെക്സ്റ്റ് ക്യാമറ വീഡിയോ ഇടാൻ എന്റെ കൈ തരിക്കുന്നു. ഗിവ് അവേ സ്കാം. ആ ബ്ലൂ മിനി കൂപ്പർ ഗിവ് അവേ വിന്നർ പാർട്ട്ണറാണ്. ചേട്ടാ അതും പറഞ്ഞ് പൊലിപ്പിച്ചങ്ങ് തട്ടിവിട്ടത്. ആ മിനി കൂപ്പറിന്റെ വീഡിയോ സ്കാം ആണെന്നും പറയാൻ ഒരു അല്പം ഉളുപ്പ്. അതായത് ഒരു യൂട്യൂബ് വീഡിയോ അതിൽ അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ കൈ വെച്ചെടുത്ത് വണ്ടി തന്നെയാണ്. അതിൽ ഒരാള് ഓട്ടോസ്പാഡ് മെമ്പർ ആണെന്നുള്ളതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ എന്റെ 2ാമത്തെ യൂട്യൂബ് വീഡിയോയിൽ എന്റെ മാനേജർ മത്സരിക്കുന്നുണ്ട്. അതൊരു മാറ്റർ ആണോ? നിനക്ക് അവനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന പറയാം, നീ എന്തിനാ ചെയ്യുന്നേ? ബ്രോ അങ്ങനെ പ്രത്യേകിച്ച് സ്കാം ഒന്നുമില്ല. അവൻ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു. പക്ഷെ അവൻ 400 രൂപയ്ക്ക് പിള്ളേരെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. സ്കാം അല്ലേ ബ്രോ അത്? മിനിമം 5000 രൂപ വാങ്ങേണ്ട സാധനം അവൻ 400 രൂപയ്ക്ക് കൊടുത്ത് ഞങ്ങളെ നനയ്ക്കാൻ നോക്കുന്നു. സ്കാമർ. ഞാൻ വീഡിയോ ഇട്ടിട്ട് വിളിക്കാം ബ്രോ. നമ്മള് ആൾക്കാരെ ട്രേഡിങ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയേക്കുന്നത് നമ്മൾ 400 രൂപയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. അതായത് ഒരു മാസം 400 ഇന്ത്യൻ റുപ്പിയ, പൗണ്ട് അല്ല. വ്യത്യാസം ഉണ്ടായിരുന്നു. ചേട്ടൻ പൗണ്ടൊക്കെ എടുത്ത് കുടഞ്ഞായിരുന്നു. ദാറ്റ് വാസ് ഇന്ത്യൻ റുപ്പി. പിന്നെ അത് 400 രൂപയ്ക്ക് കൊടുക്കണോ, 5000 രൂപയ്ക്ക് കൊടുക്കണോ, 50,000 രൂപയ്ക്ക് കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഇഷ്ടമല്ല ചേട്ടാ. ചേട്ടൻ എന്തിനാണ് നോക്കുന്നത്? എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും, ചേട്ടൻ ഇതുപോലെ ഇരുന്ന് കുണയ്ക്കും. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഇനി അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ കോഴ്സ് വിൽക്കരുതെന്നാണ് ചേട്ടൻ പറയുന്നെങ്കിൽ അംബാനി സ്കൂളിൽ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സെക്കൻഡ് പാർട്ട് സെറ്റായി. ഇല്ലാത്ത അവരാതെ പറയുമ്പോൾ മനസ്സിൽ സന്തോഷം ഉണ്ടാകും. അവരിനി സത്യങ്ങളായിട്ട് വരുന്നത് നമുക്ക് ആഘോഷിക്കണം. വന്നാലും ഒരു സോറി പറഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ നമുക്ക് ഭീഷണിപ്പെടുത്താം. അല്ലെങ്കിൽ UK പഠിച്ചിട്ട് അവനെ പറ്റി എന്തെങ്കിലും കിട്ടിയോ? ഒന്നും ഇല്ലല്ലേ, കോണേഷ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് പാർട്ടായി. ഇനി തേർഡ് പാർട്ട് എന്ന് ചെയ്യുന്ന എട്പാർന്ന് ചുമ്മാ തന്നെ തട്ടിവിടലിയാ. അവൻ വല്ല ക്രിപ്റ്റോ സ്കാമറാന്ന് പറഞ്ഞു. അത് കൊള്ളാം. ഇനി അവൻ ബിസിനസ് ചെയ്ത് കൂട്ടിക്കണം. ചേട്ടാ പിന്നെ ക്രിപ്റ്റോ കറൻസി അതെന്റെ തലയിൽ കൊണ്ടിടണ്ട. എനിക്ക് ക്രിപ്റ്റോ പറ്റൊന്നും അറിയത്തില്ല. ചേട്ടൻ പറയും എനിക്കറിയത്തില്ല. മറ്റേ 3 എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവർ ക്രിപ്റ്റോ സ്കാം ചെയ്യാൻ പോകാന്ന് പറയും. അവർക്കും അറിയത്തില്ല. 21 കോടി വരും. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിൽ കൊടുക്കാൻ പറ്റുന്ന റെക്കോർഡാണ്. പക്ഷേ ഞാനൊരു 3 ആലിഗേഷൻ പറഞ്ഞായിരുന്നു അൻവിന്റെ അടുത്ത്. അൻവിൻ ആകെ പറയാനുള്ളത് അൻവിന്റെ P&L കഥയാണ്. അൻവിന്റെ P&L UK താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം. P&L പബ്ലിക് ആയിട്ടുള്ള സാധനമാണ്. ഒരു കമ്പനിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക് ആയിട്ടുള്ള സാധനമാണ്. ഇവൻ ഒരു എക്സലിനകത്ത് ഞാൻ കാണിക്കട്ടെ, എനിക്കൊരു കമ്പനി ഉണ്ട്, 10 കോടിയാണ് എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് ഞാൻ കാണിക്കട്ടെ. ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാത്ത കാര്യമാണോ? എടാ എന്റെ പൊന്നു മോൻ അൻവിനെ, നീ UK അക്കൗണ്ട്സ് കാണിക്കേ.